കല്ലട ബസ്സിലെ യാത്രക്കാർക്ക് ജീവനക്കാരിൽ നിന്ന് മർദ്ദനമേറ്റ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായി ആക്രമണത്തിന് ഇരയായ യുവാക്കളുടെ മൊഴി. പോലീസ് അറസ്റ്റ് ചെയ്ത സുരേഷ് കല്ലട കമ്പനിയുടെ 7 ജീവനക്കാർ മാത്രമല്ല പ്രതികൾ. 15ഓളം പോലീസ് അറസ്റ്റ് ചെയ്ത സുരേഷ് കല്ലട കമ്പനിയുടെ 7 ജീവനക്കാർ മാത്രമല്ല പ്രതികൾ. 15ഓളം പേർ സംഘത്തിൽ ഉണ്ടായിരുന്നതായി തമിഴ്നാട്ടിൽ ചികിത്സയിൽ കഴിയുന്ന യുവാക്കൾ വെളിപ്പെടുത്തുന്നു. ഞായർ പുലർച്ചെ 4 മണിയോടെ വൈറ്റിലയിലെ സുരേഷ് കല്ലട ഓഫീസിന് മുന്നിൽ നിർത്തിയ ബസ്സിലേക്ക് കടന്നു കയറിയ ജീവനക്കാരുടെ ആദ്യ സംഘമാണിത്. യാത്രക്കാരായ എം സച്ചിൻ, മുഹമ്മദ് അഷ്കർ എന്നിവരെ മർദ്ദിക്കുന്ന ഈ സംഘത്തിൽ 5 പേരുണ്ട്. ഇതേ സമയത്ത് ബസിന്റെ മുൻഭാഗത്ത് അജയ് ഘോഷ് എന്നയാളെ മറ്റൊരു സംഘം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിനൊടുവിൽ ഈ 2 സംഘത്തെയും ചേർന്ന 3 പേരെ വലിച്ചിഴച്ച് പുറത്തേക്കിടുമ്പോൾ ഇക്കൂട്ടത്തിൽ ഒന്നും പെടാത്ത മറ്റു ചിലർ കൂടി അവിടെയുണ്ട്. അപ്പോൾ സമയം പുലർച്ചെ 4 പിന്നിട്ട് കാണാം. 5 മണിക്ക് പോലീസ് എത്തുന്നത് വരെ മർദ്ദനം തുടർന്നു. വൈറ്റില ജംഗ്ഷനിൽ റോഡിൽ ഓടിച്ചിട്ട് അടിച്ചു. വീണപ്പോൾ നെഞ്ചിൽ കയറിയിരുന്ന് ഇടിച്ചു. സച്ചിൻ പറയുന്നത് ഇങ്ങനെയാണ്: രക്ഷപ്പെട്ടോടി അന്ന് തന്നെ കൊച്ചിക്ക് വിട്ടു. സേലത്ത് പഠിക്കുന്ന ഇരുവരും ഇപ്പോൾ തമിഴ്നാട്ടിൽ മറ്റൊരിടത്ത് ചികിത്സയിലാണ്. തൽക്കാലം നാട്ടിലേക്ക് വരാൻ വയ്യെന്ന് അറിയിച്ചതിനാലാണ് കൊച്ചിയിൽ നിന്ന് പോലീസ് സംഘം എത്തി ചൊവ്വാഴ്ച രാവിലെ ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയത്. അതേസമയം കേസിൽ മൊത്തം 7 പേർ അറസ്റ്റിലായി. എന്നാൽ കേസിൽ സുരേഷിനെ പോലീസ് പ്രതി ചേർക്കുന്നില്ല. മുതലാളിയെ രക്ഷിച്ചെടുത്ത് ജീവനക്കാരെ ബലിയാടാക്കാനാണ് നീക്കം. കൊല്ലം മൺറോയത്തുരത്ത് സ്വദേശി ഗിരിലാൽ, തമിഴ്നാട് തിരുച്ചിറപ്പള്ളി നാച്ചിയാർപാളയം സ്വദേശി കുമാർ, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി വിഷ്ണു എന്നിവരാണ് ഇന്നലെ പിടിയിലായവർ. തൃശൂർ കൊടകര മണപ്പുള്ളി ജിതിൻ, തിരുവനന്തപുരം പള്ളിക്കൽ മടവൂർ ജയേഷ് ഭവനിൽ ജയേഷ്, കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ്, പുതുശ്ശേരി കാരക്കൽ സ്വദേശി അൻവറുദ്ദീൻ എന്നിവരെ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ 3 പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇതിന് അപ്പുറത്തേക്ക് അന്വേഷണം നീളില്ല. മുതലാളി അറിയാതെ ജീവനക്കാർ നടത്തിയ ഓപ്പറേഷനായിരുന്നു അടിപിടിയെന്ന കല്ലട സുരേഷിന്റെ വാദം പോലീസ് അംഗീകരിക്കുകയാണ്. വന്നോടാ. ഇവർക്കെതിരെ വധശ്രമവും പിടിച്ചുപറിയും അടക്കമുള്ള കുറ്റങ്ങളാണ് ആരോപിച്ചിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ജീവനക്കാരെ പിടികൂടിയത്. കസ്റ്റഡിയിലുണ്ടായിരുന്ന ഒരാളെ ആക്രമണത്തിൽ പങ്കില്ലെന്ന് കണ്ട് വിട്ടയച്ചു. ഉടൻ ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് കേസ് എടുക്കാനും തീരുമാനമായിട്ടുണ്ട്. അതിനിടെ നിയമവിരുദ്ധമായി സർവീസ് നടത്തുന്ന കല്ലട ബസ്സുകളുടെ ഓട്ടത്തെ വിവാദം ബാധിച്ചിട്ടില്ല. യാത്രാക്ലേശമെന്ന ന്യായം പറഞ്ഞ് കല്ലടയ്ക്കെതിരെ നടപടി ഒഴിവാക്കും. ഓവർ സ്പീഡ് വരുത്തിയതിന് അടയ്ക്കാനുള്ള പിഴയും മറക്കാനാണ് നീക്കം. ഇതിനൊപ്പമാണ് കേസിൽ കല്ലട സുരേഷിനെ പ്രതിയാക്കാതിരിക്കാനുള്ള കള്ളക്കളിയും. ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരിലേക്ക് പുറപ്പെട്ട ബസ്സിലെ യാത്രക്കാരായ അജയ് ഘോഷ്, സച്ചിൻ, അഷ്കർ എന്നിവർക്കാണ് വൈറ്റിലയിൽ ഞായറാഴ്ച പുലർച്ചെ ക്രൂര മർദ്ദനമേറ്റിയത്. അർദ്ധരാത്രി ഹരിപ്പാടിന് സമീപം കരുവാറ്റയിൽ ബസ് തകരാറിലായി. 3 മണിക്കൂറോളം പെരുവഴിയിലായിട്ടും പകരം സംവിധാനം ഏർപ്പെടുത്താത്തത് ചോദ്യം ചെയ്തതാണ് കാരണം. വൈറ്റിലയിൽ മർദ്ദനമേറ്റ യുവാക്കൾ പോലീസിനെ വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ പോലീസ് കാര്യമായ ഇടപെടൽ നടത്തിയില്ല. കല്ലടയുടെ സ്വാധീനമായിരുന്നു ഇതിന് കാരണം. തുടക്കത്തിൽ പരാതി കിട്ടിയപ്പോൾ ജാമ്യമുള്ള വകുപ്പ് പ്രകാരം കേസെടുത്തു. എന്നാൽ സോഷ്യൽ മീഡിയ ഇടപെട്ടതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴും അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാൻ വേണ്ടപ്പെട്ടവർ ശ്രമിക്കുന്നുണ്ട്. ജീവനക്കാരടങ്ങിയ സംഘം ബസ്സിനകത്തും പുറത്തും വെച്ച് 3 പേരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സഹയാത്രികൻ ജേക്കബ് ഫിലിപ്പ് ഇതിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം പുറലോകം അറിഞ്ഞത്. അജയ് ഘോഷ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റ് 2 പേർ തമിഴ്നാട്ടിലെ ഈറോഡിൽ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. മർദ്ദനമേറ്റ 3 പേരുടെ മൊഴി മരട് പോലീസ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. അറസ്റ്റിലായ 7 പ്രതികളെയും മർദ്ദനമേറ്റ അജയ് ഘോഷ് തിരിച്ചറിഞ്ഞു. 2 ബാഗുകളും 1 മൊബൈൽ ഫോണും പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. 1 ബാഗും മൊബൈലും അജയ് ഘോഷിൻ്റെതാണ്. ഹരിപ്പാട് വെച്ച് ബസ് ജീവനക്കാരെ മർദ്ദിച്ചുവെന്ന ആരോപണം അജയ് ഘോഷ് നിഷേധിച്ചു. സംഭവത്തിൽ മുഴുവൻ എഴുതിത്തരാൻ സച്ചിനോടും അഷ്കറിനോടും ആവശ്യപ്പെട്ടതായി DGP ലോക്നാഥ് ബെഹ്റ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. സച്ചിനുമായി ഫോണിൽ സംസാരിച്ചു. ലാപ്ടോപ്പ്, ഹാൾ ടിക്കറ്റ്, പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങിയവ അടങ്ങിയ സച്ചിന്റെ ബാഗ് വീണ്ടെടുക്കാൻ പോലീസ് സഹായിക്കും. DGPയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇത്തരത്തിൽ ഉന്നത ഇടപെടലിന് ഇടയിലും കല്ലട സുരേഷിനെ രക്ഷിക്കാനാണ് നീക്കം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.